നമസ്കാരം. ഇൻസൈഡിലേക്ക് സ്വാഗതം. മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം വിദേശ യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. നിരവധി ചോദ്യങ്ങളാണ് ഈ സാഹചര്യത്തിൽ ഉയരുന്നത്. 3 വിദേശ രാജ്യങ്ങളിലൂടെ 19 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു വിവരവും പുറത്തുവിടാതെ മുഖ്യമന്ത്രി എന്തുകൊണ്ട് രാജ്യം വിട്ടു എന്നുള്ള ചോദ്യമാണ് അണികളടക്കം മനസ്സിലെങ്കിലും അടക്കം പറയുന്നത്. കുറച്ച് ദിവസത്തേക്ക് ഓഫീസിൽ മുഖ്യമന്ത്രി ഉണ്ടാകില്ല എന്ന് സ്റ്റാഫ് അംഗങ്ങളെ അറിയിച്ചുകൊണ്ട് നാട് വിടുകയാണ് ചെയ്തത്. എന്നാൽ മുഖ്യമന്ത്രി നാടുവിട്ട സാഹചര്യത്തിൽ കേരളത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, ഈ കൊച്ചു കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്നാണ് പലരും ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായി പ്രചരിച്ച ഒരു വീഡിയോ ദൃശ്യമുണ്ടായിരുന്നു. CPMന്റെ ചെങ്കൊടി പിഴുത് വീട്ടമ്മമാർ, അതും CPM അനുഭാവമുള്ള വീട്ടമ്മമാർ തന്നെ രംഗത്തിറങ്ങുന്ന ഒരു കാഴ്ച. അതിനുശേഷം പാർട്ടി വിട്ട് CPMന്റെ നെഞ്ചിൽ ചവിട്ടി BJPയിലേക്ക് ചേക്കേറിയ ഒരു കാഴ്ച. ഇതുതന്നെയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു പ്രചരിക്കുന്നത്. ചേർത്തലയിൽ വീട് നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ട് വഴിയിൽ CPM തന്നെ സ്ഥാപിച്ച കൊടിമരത്തെയാണ് വീട്ടമ്മമാർ പൊളിച്ചു നീക്കിയത്. നിരവധി തവണയാണ് ഈ കൊടിമരം പൊളിച്ചു നീക്കണമെന്ന അഭ്യർത്ഥന ഈ വീട്ടമ്മമാർ മുന്നോട്ട് വെച്ചത്. അത് നിരന്തരം നിരസിക്കുന്ന ഒരു സാഹചര്യം വന്നതോടെയാണ് ആലപ്പുഴയിൽ ഇങ്ങനെ ഒരു നാടകീയ സംഭവമുണ്ടായത്. ചേർത്തല വെളിങ്ങാട്ടുചിറ പുരുഷോത്തമനും കുടുംബവും ബന്ധുക്കളും അടക്കം 136 പേർ CPM ബന്ധം ഉപേക്ഷിച്ച് BJPയിൽ ചേരാനുള്ള ഒരു കാരണമായി ഈ ഒരു കൊടിമരം മാറി എന്നതാണ് മനസ്സിലാക്കേണ്ട ഒരു വിഷയം. അവരുടെ പ്രധാന റോഡിനുള്ള സ്ഥലം വിട്ടു നൽകാനും ഇതോടെ ധാരണയായിരിക്കുകയാണ്. അവർക്ക് നീതി ലഭിച്ചിരിക്കുന്നു. അതിനിപ്പുറം നഷ്ടത്തിൻ്റെ ബാക്കി പത്രം പരിശോധിക്കുമ്പോൾ CPMന് തന്നെയാണ് അത്രയധികം നഷ്ടമുണ്ടായിരിക്കുന്നത്. മര്യാദയുടെ പേരിൽ പറഞ്ഞു എന്റെ സാധനം എല്ലാവർക്കും റോഡിങ്ങോട്ട് ആരും നടന്നില്ല. അപ്പുറത്തുകാരുടെ സ്ഥലം മേടിയില്ല. സ്ഥലത്തിന്റെ കാശ് ഞാൻ തരാന്ന് പറഞ്ഞു. അനൂപ് ചാക്കോ എന്റെ വീട്ടിൽ വന്നപ്പോ അനൂപ് ചാക്കോ സ്ഥലം ഈ വെയില് പൊളിച്ച് മാറ്റി തരാൻ പറഞ്ഞപ്പോ പറഞ്ഞു അനൂപ് ചാക്കോ വീട്ടിലല്ല. അനൂപ് ചാക്കോടെ പെണ്ണക്ക അമ്മക്ക കൂടുതലുള്ളവർക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വഴി വഴിയുണ്ട്. വഴിയുണ്ട്. നിങ്ങൾ അപ്പുറോട് വഴി മേടിച്ചു ഇത് നിങ്ങൾ ഇങ്ങോട്ട് മാറി സഹോദര. ഞാനും നിങ്ങളെ സഹോദരനെ പോലെ കാണണം. ഇങ്ങോട്ട് മാറി സഹോദര. ചേർത്തല നഗരസഭയിലെ 15-ാം വാർഡിൽ തോട്ടത്തിൽ കവലയ്ക്ക് സമീപമാണ് കഴിഞ്ഞ ദിവസം ഈ വിഷയങ്ങളുണ്ടായത്. ഇവർക്ക് BJP പിന്തുണ നൽകിയതോടെയാണ് സംഭവം വലിയ വിവാദമായി മാറിയതും BJPക്ക് അനുകൂലമായ ഒരു സാഹചര്യം തരംഗം ഇവിടെ സൃഷ്ടിക്കപ്പെട്ടത്. ഇവിടെ ഏതാനും നാളുകളുമായി വഴിത്തർക്കം രൂക്ഷമായി തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. CPM തന്നെ ഒരു വഴി അടച്ച് അവിടെ കൊടി നാട്ടി അതിനുശേഷം അത് കോൺക്രീറ്റ് ചെയ്ത് വീടിലേക്കുള്ള വഴി നിഷേധിക്കുകയാണ്. ഇതിനേറെ പറയുന്നു, 7 മാസമായി അവരുടെ വീട് പണി പോലും മുടക്കിയെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. ഒരു സാധാരണക്കാരൻ്റെ സ്വപ്നമാണ് ഒരു വീട് 4 ചുവര് കെട്ടിപ്പടുക്കുക എന്ന് പറയുന്നത്. അതിന് നിഷേധിക്കുന്ന രീതിയിൽ, അതിന് തടസ്സം നിൽക്കുന്ന രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടായതെന്നാണ് വീട്ടുകാർ പരാതിപ്പെടുന്നത്. കൊടിമരവും കോൺക്രീറ്റ് അടിത്തറയും ഒക്കെ നീക്കണമെന്ന അഭ്യർത്ഥന നിരന്തരം ഉയർത്തിയപ്പോൾ അത് ചെവിക്കൊള്ളാത്തൊരു സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നപ്പോഴാണ് സ്ത്രീകൾ തന്നെ മുന്നിട്ടിറങ്ങി അത് കുത്തിപ്പൊളിച്ച് നീക്കം ചെയ്യാൻ തീരുമാനിച്ചത്. അത് ഏറ്റവും അവസാനം സംഘർഷത്തിലേക്കൊക്കെ നയിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അതിൻ്റെ വീഡിയോ ദൃശ്യമാണ് ഇപ്പോൾ പ്രചരിക്കുന്നത്. കൊടിമരം പൊളിക്കുന്നത് CPM വാർഡ് കൗൺസിലർ തടഞ്ഞതാണ് സംഘർഷത്തിനിടയാക്കിയത്. ഈ 7-8 മാസത്തോളമായി പരാതി നൽകിയിട്ടും ഫലമുണ്ടാകാതെ വന്നതോടെയാണ് തങ്ങൾ തന്നെ നേരിട്ടിറങ്ങിയാൽ മാത്രമേ ഇതിനൊരു ഫലം കണ്ടെത്താൻ കഴിയൂ എന്ന തിരിച്ചറിവ് അവർക്കുണ്ടായത്. താൽക്കാലികമായി സ്ഥാപിച്ച കൊടിമരം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്കും പിടിവാശിയെയും തുടർന്ന് അതവിടെ സ്ഥിരതാമസമാക്കുകയാണ് ചെയ്തത്. വഴിക്ക് കുറുകെയാണ് ഈ കൊടിമരം സ്ഥാപിച്ചതെന്നുള്ളത് ആർക്ക് തന്നെ കണ്ടാലും മനസ്സിലാകും. എന്നാൽ അതിലൂടെ നഷ്ടമുണ്ടായത് ആ വീട്ടുകാർക്കാണ്. അവർക്ക് വീട്ടിലേക്ക് സാധനങ്ങൾ എത്തിക്കാൻ കഴിയാതെ അവരുടെ വീട് നിർമ്മാണം മുടങ്ങി. ഗ്രഹനാഥനായ പുരുഷോത്തമനാകട്ടെ ആത്മഹത്യാ ഭീഷണി പോലും മുഴക്കി. അങ്ങനെ പ്രതിഷേധിച്ചിട്ടും യാതൊരുവിധ പരിഹാരവും ഉണ്ടായില്ല. അവരുടെ വീടിൻ്റെ ഭാഗത്തു കൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റോഡിൻ്റെ സ്ഥലം വിട്ടുകൊടുക്കാതെ നാടിൻ്റെ വികസന സാധ്യതയെ മുരടിപ്പിക്കാനുള്ളൊരു നീക്കമാണ് അവർ നടത്തുന്നതെന്നാണ് CPM ഉയർത്തുന്നത്. എന്തിനു പറയുന്നു, ഒരു കൊടി നാട്ടിയതിൻ്റെ പേരിലാണ് ഈ വിവാദമുണ്ടായത്. എന്നാൽ റോഡാക്കി മാറ്റുന്ന നടപടിക്ക് മുൻപ്
തങ്ങൾ സ്ഥലം വിട്ട് നൽകിയത് കൊണ്ട് തന്നെ ഇനിയും കൂടുതൽ സ്ഥലം വിട്ട് നൽകാൻ കഴിയില്ല എന്നാണ് വീട്ടുകാരും പറയുന്നത്. CPM ജില്ലാ സെക്രട്ടറി മുതൽ പാർട്ടിയുടെ എല്ലാ ഘടകത്തിലും പോലീസിലുമൊക്കെ ഇവർ പല രീതിയിൽ പരാതി കൊടുത്തു. അവരൊക്കെ തന്നെ അനുകൂലമായ ഒരു നിലപാട് സ്വീകരിക്കാതെ വന്നതോടെയാണ് വീട്ടമ്മമാരിറങ്ങി കൊടിമരം പൊളിച്ചു നീക്കാൻ തീരുമാനിച്ചത്. എന്നാൽ ആ CPM കൗൺസിലർ അനൂപ് ചാക്കോ തടയാൻ ശ്രമം നടത്തിയിട്ട് പോലും, കുറുകെ നിന്നിട്ട് പോലും സ്ത്രീകൾ പിന്മാറിയില്ല. സ്ത്രീകളുടെ കരുത്തെന്തെന്നുള്ളത് അവർ മനസ്സിലാക്കുകയും ചെയ്തു. പുന്നപ്ര വയലാർ സമര വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായിട്ടാണ് പുരുഷോത്തമന്റെ വീട്ടിലേക്കുള്ള വഴിയിൽ താൽക്കാലികമായി CPM ഈ കൊടിമരം സ്ഥാപിച്ചത്. പിന്നീട് ഈ തിരഞ്ഞെടുപ്പ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ തന്നെ നടക്കുന്നുണ്ട്. പരിപാടി കഴിഞ്ഞ് മാസങ്ങളായിട്ട് പോലും കൊടിമരം നീക്കാൻ അവർ തയ്യാറായില്ല. മാറ്റണമെന്ന ആവശ്യം പലകുറി ഉന്നയിച്ചപ്പോൾ താൽക്കാലിക കൊടിമരം എന്നത് കോൺക്രീറ്റ് ഇട്ട് സ്ഥിര കൊടിമരമാക്കി മാറ്റി. അതിനു മുൻപ് വീടിൻ്റെ അടിത്തറ കെട്ടി തുടങ്ങിയിരുന്നു എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. 7 മാസത്തിന് മുൻപേ തുടങ്ങിയ പണിയാണ്. കൊടിമരം നിൽക്കുന്നത് കൊണ്ട് ഒരു തരത്തിലും ഇത് പൂർത്തീകരിക്കാനായി അവർക്ക് കഴിഞ്ഞില്ല. ഇതിൽ കൃത്യമായ ഈ പ്രശ്നത്തിൽ വേണ്ട രീതിയിൽ ഇടപെടാതെ CPM നേതൃത്വം മുടക്ക് വർത്താനം പറഞ്ഞതുകൊണ്ട് 53 വർഷക്കാലമായി CPM അനുഭാവികളായിരുന്ന കുടുംബമാണ് ഒരുമിച്ച്, CPMന് പോലും വലിയ തിരിച്ചടിയായിരിക്കും, കുടുംബവും ബന്ധുക്കളും അടക്കം 136ഓളം പേർ പാർട്ടി വിട്ട് BJPയിലേക്ക് ചേക്കേറി. ശേഷം പൊളിച്ച ഈ കൊടിമരമാകട്ടെ വഴി തടസ്സപ്പെടുത്താത്ത തരത്തിൽ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കുകയും ചെയ്തു. ചെറുതല പോലീസിന്റെ സാന്നിധ്യത്തിലാണ് ഈ ഒത്തുതീർപ്പ് ചർച്ചകൾ നടത്തിയത്. എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന ഒരു ചെറിയ പ്രശ്നം പാർട്ടി നേതൃത്വം വേണ്ട രീതിയിൽ ഇടപെടാതെ വന്നതോടെ കാര്യങ്ങൾ കൂടുതൽ വഷളായി ഗൗരവകരമായ ഒരു വിഷയമായി സംസ്ഥാനത്തൊട്ടാകെ ഇത് അറിയുകയും CPMനെ സംബന്ധിച്ച് വലിയ രാഷ്ട്രീയ നഷ്ടവും നാണക്കേടുമാണ് ഇത് സമ്മാനിച്ചത്. എന്നാൽ പാർട്ടി ഇടപെട്ട് പറഞ്ഞു തീർത്ത ഒരു വിഷയമാണ് ഇപ്പോൾ തെറ്റായ പ്രചാരണം നടത്തുന്നുവെന്നാണ് CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KV പ്രതാപൻ കുറ്റപ്പെടുത്തുന്നത്. CPM കൊടിമരത്തിന് നേരെ ആക്രമണമുണ്ടായപ്പോൾ പാർട്ടി നിർദ്ദേശപ്രകാരം കൗൺസിലർ ഇടപെട്ടു, അല്ലാതെ മറ്റൊന്നുമില്ല എന്നാണ് അദ്ദേഹവും പറയുന്നത്. ഇത് കണ്ടാൽ ആർക്കും മനസ്സിലാകാവുന്ന ഒരു കാര്യമേ ഉള്ളൂ. അരിയാഹാരം കഴിക്കുന്ന ഏതൊരു മനുഷ്യനും എന്താണ് വസ്തുത എന്നുള്ളത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.